ശ്രീജിത് പണിക്കർ, ഇവിടെ ഒ അബ്ദുള്ള പറയുന്നത് മമ്മൂട്ടി അറിഞ്ഞുകൊണ്ടാണ് മോഹൻലാൽ ഇങ്ങനെ വഴിപാട് നടത്തിയത് എങ്കിൽ അത് ഇസ്ലാം മത വിശ്വാസത്തിന്റെ ലംഘനമാണ്. അങ്ങനെയെങ്കിൽ തോബ ചൊല്ലണം എന്നുള്ളതാണ്, പ്രായശ്ചിത്തം ചെയ്യണം എന്നുള്ളതാണ്, ഇസ്ലാം മത വിശ്വാസികളോട് മാപ്പ് പറയണം എന്നാണ്. ഈ ആദ്യം തന്നെ ഈ ഒരു അബ്ദുള്ളയുടെ വാക്കുകൾ കേൾക്കുമ്പോൾ എല്ലാവരും ആദ്യം ചോദിക്കുന്ന കാര്യം മോഹൻലാൽ പോയതിന് എന്തിനാണ് മമ്മൂട്ടി മാപ്പ് പറയേണ്ടത് എന്നാണ്. അവിടെയാണ് അബ്ദുള്ള കൂടുതൽ വിശദീകരണം നടത്തുന്നത്. മമ്മൂട്ടി അറിഞ്ഞാണ് പോയതെങ്കിൽ മമ്മൂട്ടി മാപ്പ് പറയണം, അതല്ലെങ്കിൽ കുഴപ്പമില്ല എന്ന്. ശ്രീ മഞ്ജുഷ്, മമ്മൂട്ടിയും മോഹൻലാലും തമ്മിലുള്ള ബന്ധത്തിൽ ഒ അബ്ദുള്ളയ്ക്ക് എന്ത് കാര്യം എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. എനിക്ക് തോന്നുന്നത് ഇസ്ലാം മത വിശ്വാസികളായിട്ടുള്ള ആൾക്കാർ ഉൾപ്പെടെ നിരവധി ആൾക്കാർ സോഷ്യൽ മീഡിയയിൽ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യം അത് തന്നെയാണ്. മമ്മൂട്ടിയും മോഹൻലാലും തമ്മിലുള്ള ബന്ധമെന്ന് പറയുന്നത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയിരിക്കുന്ന ബന്ധമല്ല. ഇവർ രണ്ടുപേരും തമ്മിലുള്ളത് മതാടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന ബന്ധവുമല്ല, മറിച്ച് സാഹോദര്യമാണ്. ഒരുപക്ഷെ അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുന്ന വിളിപ്പേരുകൾ പോലും കോമൺ ആയിട്ട് മറ്റുള്ള ആൾക്കാർ ഉപയോഗിക്കുന്ന പേരുകളല്ല എന്ന് നമുക്കറിയാവുന്നതാണ്. അപ്പോൾ അതിനർത്ഥം വളരെ വർഷങ്ങൾ, പതിറ്റാണ്ടുകളായിട്ടുള്ള ദീർഘകാലത്തെ ബന്ധമാണ് അവർ തമ്മിലുള്ളത്. അപ്പോൾ ഒരു വഴിപാട് ഏതൊരു മതത്തിലാണെങ്കിലും ഏതൊരു ആരാധനാ സമ്പ്രദായത്തിലാണെങ്കിലും ഒരാൾ ഒരു വഴിപാട് നടത്തുക എന്ന് പറഞ്ഞാൽ അത് ആരുടെ പേരിലാണോ കഴിപ്പിക്കുന്നത് ആ ആളിൻ്റെ സൗഖ്യത്തിന് വേണ്ടിയിട്ടാണ്. അത് ശാരീരിക സൗഖ്യമാകാം, മാനസികമായിട്ടുള്ള സൗഖ്യമാകാം, സാമ്പത്തിക ഭദ്രതയ്ക്ക് വേണ്ടിയിട്ടാകാം, അങ്ങനെ പല കാരണത്താലാവാം. അപ്പോൾ എന്തോ ഒരു സൗഖ്യത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് മമ്മൂട്ടിയുടെ പേരിൽ മോഹൻലാൽ ഒരു വഴിപാട് കഴിപ്പിക്കുന്നു. ആ വഴിപാട് കഴിപ്പിക്കുക എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ താല്പര്യമാണ്. ഇനി അതല്ല എങ്കിൽ അദ്ദേഹം മമ്മൂട്ടിയുമായി ചർച്ച ചെയ്തതിന് ശേഷമായിരിക്കും, ചിലപ്പോൾ മമ്മൂട്ടി ആവശ്യപ്പെട്ടിട്ടായിരിക്കും. ഇപ്പോൾ പലപ്പോഴും നമ്മൾ സുഹൃത്തുക്കൾ തമ്മിൽ ആവശ്യപ്പെടത്തില്ലേ, ഒരാൾ ഇപ്പോൾ പള്ളിയിൽ പോവുകയാണ് അല്ലെങ്കിൽ അമ്പലത്തിൽ പോകുമ്പോൾ എനിക്ക് വേണ്ടി കൂടി പ്രാർത്ഥിച്ചേക്കണേ എന്നൊക്കെ നമ്മളെല്ലാവരും പറയാറുള്ളതാണ്. അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഇതോ പറഞ്ഞാൽ എന്ത്, പറഞ്ഞില്ലെങ്കിൽ എന്ത്? ഞാൻ പറഞ്ഞത് ഇത് മമ്മൂട്ടി ആവശ്യപ്പെട്ടിട്ടാണെങ്കിൽ എന്ത്, അല്ലെങ്കിൽ എന്ത്. മമ്മൂട്ടി ആവശ്യപ്പെട്ടിട്ടല്ല എങ്കിലും മമ്മൂട്ടി ആവശ്യപ്പെട്ടിട്ടാണെങ്കിലും അത് അവർ തമ്മിലുള്ള കാര്യമാണ്. അത് മൂന്നാമത് അതിലേക്ക് വരുന്ന ഒരേ ഒരു എൻറ്റിറ്റി എന്ന് പറയുന്നത് ആ ക്ഷേത്രത്തിലെ ആരാധനാമൂർത്തിയാണ്. അതല്ലാതെ ഒ അബ്ദുള്ളയൊന്നും ചിത്രത്തിലേ ഇല്ല. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ മതം എന്താണ് നമ്മളെ പഠിപ്പിക്കുന്നത്? ശ്രീ ഒ അബ്ദുള്ളയോടൊപ്പം എത്രയോ ചാനൽ ചർച്ചകളിൽ പങ്കെടുത്തിട്ടുള്ള ആളാണ് ഞാൻ. അപ്പോൾ ആ സമയത്തെല്ലാം അദ്ദേഹം ഇസ്ലാമിനെ മഹത്വവൽക്കരിക്കാനായിട്ട് പറയുന്ന കാര്യം തന്നെ ഇസ്ലാം എന്ന് പറയുന്നത് സാഹോദര്യത്തിൻ്റെ മതമാണ് എന്നാണ്. അപ്പോൾ സാഹോദര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതർത്ഥം വരെയുള്ള സാഹോദര്യമാണ്? നമ്മളെല്ലാവരും തന്നെ സാധാരണ ഡെഫിനിഷനിൽ മനസ്സിലാക്കുന്നത് സാഹോദര്യം എന്ന് പറയുന്നത് എല്ലാ ഭിന്നിപ്പുകളുടെയും എല്ലാ വ്യത്യാസങ്ങളുടെയും അപ്പുറത്തേക്കുള്ള ബന്ധമാണ്, രൂഷ്മളമായിട്ടുള്ള ബന്ധമാണ്. ആ ബന്ധമാണ് സാഹോദര്യം. അതാണ് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകേണ്ടത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വ്യത്യസ്ത ആശയങ്ങളുള്ള ആൾക്കാർ തമ്മിലുള്ള സൗഹൃദം ഉണ്ടാകും, വ്യത്യസ്തമായിട്ടുള്ള മതവിശ്വാസങ്ങളുള്ള ആൾക്കാർ തമ്മിലുള്ള സൗഹൃദമുണ്ടാകും, വ്യത്യസ്തമായിട്ടുള്ള ആരാധനാ സമ്പ്രദായങ്ങളിൽ, ഈശ്വര വിശ്വാസങ്ങളിൽ ഒക്കെ തന്നെയുള്ള ആൾക്കാർ തമ്മിലെല്ലാം തന്നെ യോജിച്ചു പോകണം. അതല്ലാതെ എൻ്റെ മതം പറയുന്ന രീതിയിലത്തേക്കുള്ള കാര്യങ്ങൾ, എൻ്റെ മതം പറയുന്ന ഏകദൈവത്തിനെ മാത്രം വിശ്വസിക്കുക, മറ്റുള്ള ആൾക്കാരുടെ വിശ്വാസങ്ങൾ എനിക്ക് ചേരുന്നതല്ല, അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരോട് എൻ്റെ മതത്തിലുള്ള ആൾക്കാർ നിങ്ങളുടെ വിശ്വാസത്തിൽ നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെ കൂടി ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ അപകടമാണ് എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ സാഹോദര്യമില്ല. ഞാൻ മനസ്സിലാക്കുന്നില്ല ഇസ്ലാം എന്ന് പറയുന്നത് ശരിയായ രീതിയിൽ മനസ്സിലാക്കിയിരിക്കുന്ന ആൾക്കാർ ആ രീതിയിലത്തേക്ക് എൻഡോഴ്സ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം ഒ അബ്ദുള്ളയ്ക്ക് വലിയ പിന്തുണയൊന്നും തന്നെ ഈ വിഷയം, വലിയ പിന്തുണ ഇല്ല എന്നല്ല, അദ്ദേഹത്തിന് പിന്തുണയേ ഇല്ല എന്ന് മനസ്സിലാക്കേണ്ടി വരുന്നു. പിന്നെ ചിലവരൊക്കെ പറയുന്നുണ്ട് ഇസ്ലാം ഇങ്ങനെയാണ്, ഇസ്ലാം മതത്തിന്റെ കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്, മതവിശ്വാസം ഇങ്ങനെയാണ്, അതിനെ അനുകൂലിക്കുകയോ പ്രതികൂലിക്കുകയോ ചെയ്യാം എന്നൊക്കെ പറയുന്നവരുമുണ്ട്. ഷാക്കിർ, താങ്കളുടെ നിലപാട് എങ്ങനെയാണ്?